KSU ദക്ഷിണ മേഖല ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ റിപ്പോർട്ട് തേടി KPCC. ഇന്ന് വൈകിട്ട് തന്നെ റിപ്പോർട്ട് നൽകാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ദക്ഷിണ മേഖല ക്യാമ്പ് നടക്കുന്ന നെയ്യാർ ഡാമിൽ നിന്ന് സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട്. സലീം, നേരത്തെ സലീം റിപ്പോർട്ട് ചെയ്താണ് KPCC ഒരു 3-അംഗ സമിതിയെ നിശ്ചയിച്ചിരുന്നു. നേരത്തെ സലീം പറഞ്ഞത് തന്നെയാണ് ഈ KPCC നിയോഗിച്ച അല്ലെങ്കിൽ DCC പ്രതിനിധികൾ തന്നെയാണ് ഇതിലെ യഥാർത്ഥ ഉത്തരവാദികളെന്ന്. എന്താണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ? ഈ 3-അംഗ സമിതിയുടെ അന്വേഷണം തുടങ്ങിയോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ KSUവിന്റെ ക്യാമ്പ് പുരോഗമിക്കുന്ന നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇവിടെ ഇപ്പോൾ ഈ ക്യാമ്പിന്റെ അവസാന സെഷൻ നടക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഈ ക്യാമ്പ് പൂർണ്ണമായും വൈൻഡപ്പ് ചെയ്യും എന്നുള്ളതാണ് നേതാക്കൾ അറിയിക്കുന്നത്. നേതാക്കൾ പറയുന്നതിന് പ്രകാരം അത് മുൻ നിശ്ചയിച്ചത് പ്രകാരം അത് വൈൻഡപ്പ് ചെയ്യുന്നു എന്നാണ്. പക്ഷേ KPCCയുടെ ഒരു നിർദ്ദേശവും എത്രയും വേഗത്തിൽ തന്നെ ക്യാമ്പ് നിർത്താൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില സെഷനുകൾ വെട്ടിച്ചുരുക്കി ക്യാമ്പ് നിർത്തുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ക്യാമ്പ് എന്തായാലും അവസാനിപ്പിക്കും. ഇപ്പോൾ ഈ KPCC നിയോഗിച്ച അന്വേഷണ സമിതിയുടെ അന്വേഷണം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. 3-അംഗ സമിതിയാണ് നിയോഗിച്ചത്. അതിൽ 3-അംഗ സമിതിയിൽ ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന ചെയർമാനായ AK ശശി, ഒപ്പം തന്നെ MM നസീർ, KPCC സെക്രട്ടറി MM നസീർ, പഴകുളം മധു എന്നിവരാണ് ഈ അന്വേഷണ സമിതിയിലുള്ളത്. ഇതിൽ AK ശശി വളരെ നേരത്തെ തന്നെ ഈ ക്യാമ്പിൽ ഉണ്ട്. ഇന്നലെയും ഈ സംഭവം നടക്കുന്ന സമയത്തും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ റിപ്പോർട്ട് സമർപ്പിക്കുക, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ കൂടിയാവും റിപ്പോർട്ട് സമർപ്പിക്കുക. അതേസമയം മറ്റ് 2 പേർ, MM നസീർ അല്പസമയത്തിനകം തന്നെ ഈ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. നമ്മളിവിടെ എത്തിയെങ്കിലും ഈ ക്യാമ്പിന്റെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് തൽക്കാലം ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുക്കാൻ അനുവദിച്ചിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും സംസാരിച്ചിട്ടില്ല. മാധ്യമങ്ങളോടായി ഈ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കാണാം എന്നാണ് അലോഷ്യസ് സേവ്യർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും KSUവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പണം മുടക്കി വലിയ നിലയിൽ നടത്തിയിരുന്ന ഒരു ക്യാമ്പ് ഈ നിലയിൽ അലങ്കോലപ്പെട്ടത് അത് അവർക്ക് വലിയ ക്ഷീണമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ചില തർക്കങ്ങൾ, അത് ഇന്നലെ ഡാൻസുമായി ബന്ധപ്പെട്ട് ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു തർക്കമാണ്. പക്ഷെ ആ തർക്കത്തിന് കാരണമായത് ഇവിടെ ഈ മദ്യം എത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കവും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിലനിന്നിരുന്ന തർക്കങ്ങളുമൊക്കെ ഇവിടേക്ക് ഈ വിഷയമായി വന്നു. അത് ഒരു സംഘർഷത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. എന്തായാലും വലിയൊരു സംഘർഷം കഴിഞ്ഞ ഇന്നലെ രാത്രിയിൽ ഇവിടെ നടന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അത് ഈ നേതാക്കളൊക്കെ നിഷേധിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്ന നിലയിലേക്ക്, വാക്കുതർക്കം എന്നതും പിന്നീട് അത് സംഘർഷം ഉണ്ടായി എന്ന നിലയിലേക്കും എത്തിയിട്ടുണ്ട്. എന്തായാലും അത് ഈ ക്യാമ്പിന്റെ മൊത്തത്തിലുള്ള നിറം കെടുത്തി എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാന കാര്യം അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ നേതാക്കളുടേതുൾപ്പെടെയുള്ള KSUവിന്റെ പ്രവർത്തകരുടെയും വ്യക്തിവികാസത്തിന് വേണ്ടി സംഘടിപ്പിച്ച ക്യാമ്പാണ്. അതിലാണ് ഇങ്ങനെ ഒരു അക്രമം നടന്നത് എന്നുള്ളതാണ്. ഇതിലെ പലരും ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്ന ഏകദേശം 500-ലധികം ആളുകൾ ഡെലിഗേറ്റുകൾ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും ഈ സംഘർഷത്തിന്റെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ചില ഫോണുകളിൽ നിന്ന് ആ ദൃശ്യങ്ങളൊക്കെ നേതാക്കൾ തന്നെ ഇടപെട്ട് ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് മറ്റു ചില ഫോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തത്. ഒരു ചെറിയ സംഘർഷം എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നതെങ്കിൽ പോലും നിലത്ത് ചോരത്തുള്ളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ആ ചോരത്തുള്ളി അവിടെ വന്നതിന് കാരണം അങ്ങനെ ഒരു അടിയിൽ പറ്റിയതല്ല, അതിനപ്പുറത്തേക്ക് ഒരു പിടിച്ചുതള്ളുണ്ടായി. ആ പിടിച്ചുതള്ളിൽ ഒരു പ്രവർത്തകൻ കസേരയിൽ പോയി തലയിടിച്ച് അങ്ങനെയാണ് ചോരത്തുള്ളികൾ അവിടേക്ക് ഉണ്ടായത് എന്നുള്ളതാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. ഇപ്പോൾ ഈ ക്യാമ്പിലേക്ക് DCC പ്രസിഡന്റ് പാലോട് രവി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി എത്രയും വേഗം ആ ക്യാമ്പ് അവസാനിപ്പിച്ചതിന് ശേഷമാവും ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകുക. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ KPCC നിയോഗിച്ച അന്വേഷണ സമിതി ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ചെയ്യും. അന്വേഷണ സമിതിയിൽ PK ശശി ഇതിന് ദൃക്സാക്ഷിയായി തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ആ നിലയിലൊരു റിപ്പോർട്ട് വളരെ വേഗത്തിൽ സമർപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷെ അപ്പോഴും ഈ അന്വേഷണ സമിതി ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി നടത്തിയൊരു വിലയിരുത്തലിൽ ഗ്രൂപ്പ് തർക്കമോ അതല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളോ ആയിരുന്നില്ല ഈ അക്രമത്തിന് കാരണം. അതിനപ്പുറത്തേക്ക് ചില വ്യക്തികൾ തമ്മിൽ, ഈ ക്യാമ്പിൽ പങ്കെടുത്ത ചില വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നം അതൊരു വലിയ സംഘർഷമായി മാറുകയായിരുന്നു എന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുറത്തെ ഈ ഭാഗത്ത് ആദ്യം ചെറിയൊരു വഴക്കുണ്ടായി. അത് പിന്നീട് ക്യാമ്പ് നടക്കുന്ന അതിന്റെ അകത്തേക്ക് ആ പാട്ടും ഡാൻസും നടക്കുന്ന സമയത്തേക്ക് ഈ സംഘർഷം വ്യാപിക്കുകയായിരുന്നു. അതിനുശേഷം അതൊരു കൂട്ടത്തല്ലായി മാറി. അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്നുൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തുന്നത് വരെ ആ പിടിച്ചുതള്ളും സംഘർഷവും ഒക്കെ തുടർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഒരു സംഘർഷം KSUവിന്റെ ഈ 3 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിന് KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പങ്കെടുക്കാനിരുന്ന ക്യാമ്പായിരുന്നു. അതിൽ KPCC അധ്യക്ഷൻ പങ്കെടുത്തിരുന്നില്ല. പ്രതിപക്ഷ നേതാവും UDF കൺവീനറും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ക്യാമ്പിൽ ആ നിലയിൽ ഒരു സംഘർഷം. ഏതായാലും ദക്ഷിണ മേഖല ക്യാമ്പ് നടക്കുന്ന നെയ്യാർ ഡാമിൽ നിന്നാണ് സലീം മാലിക് ഈ വിവരങ്ങൾ നൽകിയത്. KSU ക്യാമ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പരസ്പരം ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് KPCC. ഇന്ന് വൈകിട്ട് അതിന്റെ റിപ്പോർട്ട് നൽകാൻ 3-അംഗ സമിതിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സലീം മാലിക് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.